ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോഴിക്കോട് ബീച്ചിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് എഗ് മസാലയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഗ്രീൻ പീസ് ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇത് കുതിർന്ന് കിട്ടിയപ്പോൾ എനിക്ക് 236 ml ഒരു കപ്പാണ് ഗ്രീൻ പീസ് കിട്ടിയത്. ഇനി അതൊന്ന് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളവും ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വരണ വരക്കും വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. ഇനി ഒരു കടായി ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഒരു വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഒന്ന് ചേർക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. കൂടുതൽ വാടേണ്ട ആവശ്യമില്ല. ഉള്ളി ഇതേമാതിരി ആയാൽ മതി. ഇനി അതിലോട്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് മസാലകൾ ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് നല്ലോണം വേവേണ്ട ആവശ്യമില്ല. വേറിട്ട് കിടക്കണ മാതിരി വേണം. എൻ്റെത് ഒരു ഇത്തിരി വെന്തു പോയി. 2 വിസിൽ മാത്രം മതിയായിരുന്നു. ഞാൻ 3 വിസിലായിരുന്നു അടിച്ചത്. അത് കാരണം ഇച്ചിരി വെന്തു. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് കോഴിമുട്ട 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം വേണം കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ. അപ്പോൾ ഗ്രീൻ പീസിലെല്ലാം അത് നല്ല പിടിക്കും, നല്ല സ്മെല്ലൊക്കെ കിട്ടും. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം വേണം തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കൂടുതൽ വാടേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം തക്കാളി. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ മല്ലിയിലയൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കാരണം ഒരു പിടി ഇട്ട് കൊടുത്തു. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് വിളമ്പാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡിയായി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.